സുപ്രിയ മേനന്റെ സോഷ്യൽ മീഡിയ അനുഭവം നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഏത് ഫോട്ടോ എന്ത് പോസ്റ്റ് ചെയ്താലും അതിന് താഴെ വളരെ മോശമായിട്ട് പലപ്പോഴും ഫ്രീക്വൻ്റ്ലി ആയിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയെക്കുറിച്ച്. പല ആൾക്കാർക്കും ഇത് അറിയില്ല, ഒരു ഒരു വലിയ ന്യൂസ് ആയില്ല, പക്ഷെ എന്നാലും അത്യാവശ്യമുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറ്റം പറയുന്നതിൻ്റെ ഒരു സൈക്കോളജിയെക്കുറിച്ചാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മലയാളികൾ ഏറ്റെടുക്കാനും പ്രോസസ്സ് ചെയ്യാനും മനസ്സിലാക്കാനും റെഡിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളിത് റൈറ്റ് സെൻസിൽ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും ബൗണ്ടറി വെക്കാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ നിങ്ങൾക്കുള്ള അൺഹീൽഡ് ആയിട്ടുള്ള ഏരിയാസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് പ്രൊജക്ഷൻ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദിസ് ടോപ്പിക്. സുപ്രിയയുടെ കേസിൽ പുള്ളിക്കാരി പറയുന്നത്, പുള്ളിക്കാരി ഏതൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അതിന് താഴെ ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു കമന്റ് ഈ പെർട്ടിക്കുലർ സ്ത്രീ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിന്റെ പിന്നിലുള്ള കാര്യം പറയുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു 27-28 വയസ്സുള്ള നമ്മുടെ കൾച്ചറിലുള്ള ഒരാളെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ലെറ്റ്സ് കോൾ ഹിം എ. ഓക്കെ, അപ്പോൾ എ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുവാണ്. എക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഈ എ എന്ന് പറയുന്ന ആൾക്ക് ഓഫീസിൽ വേറെ ഒരു കൊളീഗുമായിട്ട് അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ വരുന്ന കൊളീഗ്സിന് അത്യാവശ്യം സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് എ എന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഗേൾ ഫ്രണ്ടോ വൈഫോ, ലെറ്റ്സ് ടേക്ക് വൈഫ് എന്ന് പറയാം. വൈഫിൻ്റെ കൂടെ അവർ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും മെസ്സേജസും കോളൊക്കെ 9:30 ശേഷമൊക്കെ വരികയാണെങ്കിൽ ഈ എ പറയുന്ന ആൾക്ക് സംശയം തോന്നും. നമ്മൾ പറയില്ലേ, ഈ കള്ളന്മാർക്ക് പെട്ടെന്ന് ബാക്കിയുള്ള കള്ളന്മാരെ മനസ്സിലാവുന്നൊക്കെ നമ്മൾ ഏതൊക്കെയോ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് പ്രൊജക്ഷൻ. അതായത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് വേറൊരാളോട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും. പക്ഷെ ഞാൻ ഈ സംശയം എന്ന് പറയുമ്പോൾ എല്ലാ കപ്പിൾസിൻ്റെയും ഇടയിൽ സംശയങ്ങൾ വരുന്നത് പ്രൊജക്ഷൻ്റെ ഭാഗമായിട്ട് എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ കോമൺ സെൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് ചിലപ്പം ചീറ്റിങ് മുമ്പ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് സംശയം വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പാർട്ട്ണറിൻ്റെ കൺമുന്നിൽ നിന്നിട്ട് അവർ ഒരാളുടെ അടുത്ത് ബൗണ്ടറി മാറ്റി വെച്ച് സംസാരിച്ചിട്ടോ ഇടപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംശയം വരാം. റീസണബിളി തോന്നുന്ന കാര്യമല്ല നമ്മൾ ഇവിടെ പറയുന്നത്. പക്ഷേ ഒരു കാരണമില്ലാണ്ട് ചില ആൾക്കാർക്ക് സംശയരോഗം വരാമെന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് കാരണം ജീവിതത്തിൻ്റെ ഒരു സമാധാനം ചില ആൾക്കാർ കളയില്ലേ. അങ്ങനെയുള്ള ഏരിയാസ് പലപ്പോഴും പ്രൊജക്ഷൻ്റെ ഒരു കാറ്റഗറിയിലാണ് വരിക. ഇതെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നമുക്കൊരാൾ പ്രൊജക്റ്റ് ചെയ്യുന്നതാണോ അതോ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണോ എന്നുള്ളൊരു ഡിഫറൻഷിയേഷനാണ് ഞാൻ അടുത്തത് പറയാൻ പോണത്. വെരി ഇൻട്രസ്റ്റിംഗ്, ലിസൺ കെയർഫുള്ളി. നമ്മളൊരാൾ കൺസ്ട്രക്റ്റീവ്ലി ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവർ ലെസ് ഇമോഷണൽ ആയിരിക്കും. അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, ഹേ ഹായ് നൈസ് വീഡിയോ, പക്ഷെ നിങ്ങൾ ഈ ഒരു പാർട്ട് പറഞ്ഞത് യു ഷുഡ് ഹാവ് ടേക്കൺ അനദർ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ അങ്ങനെ വിനയപൂർവ്വം ഉള്ള ക്രിറ്റിസിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, അതിന് വാലിഡിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതൊക്കെ ക്രിറ്റിസിസമാണ്. പക്ഷേ നമ്മൾ ഇമോഷണലി ചാർജ്ഡ് ആയിട്ട് പുച്ഛത്തോടു കൂടിയും ദേഷ്യത്തോടു കൂടിയും അതേപോലെ അസൂയ നിറഞ്ഞ വാക്കുകളിലൂടെയും സൗമ്യമായ ഭാഷ അല്ലാണ്ട് ഒരുതരം തെറിയൊക്കെ കലർന്നിട്ടുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കമൻസും ഇതൊക്കെ പ്രൊജക്ഷനാണ്. ഇത് അവരുടെ പേഴ്സണാലിറ്റിയിൽ അവർ ഹീൽ ചെയ്യാത്തതും അവർ ഡീൽ ചെയ്യാത്തതും അവർ സപ്രസ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഒമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് പ്രൊജക്ഷൻ. പൊളിറ്റിക്കൽ പാർട്ടീസിലും ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ വരാറുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഈ മാസ്കുലിനിറ്റിയൊക്കെ കളിയാക്കുന്ന ചില കൂട്ടം ആൾക്കാരുണ്ടാവും. അതായത് നീയൊക്കെ എന്താണാണ് മീശ വെച്ച് നടക്കുന്നു, അങ്ങനെ ചുമ്മാ കളിയാക്കും ചില ആൾക്കാർ. അത് അവരുടെ മാസ്കുലിനിറ്റിയിൽ അവർ ഇൻസെക്യൂർ ആയതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് പൊതുവേ ഈ മാസ്കുലിനിറ്റി ഇഷ്യൂ ഒക്കെ ഉള്ള ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാരുണ്ടല്ലോ, ഇവരെവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ത്രീകളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ട്രിഗർ ആവും. അവർ ട്രിഗർ ആവുന്നത് അവർ ഇൻസെക്യൂർ ആയതുകൊണ്ടാണ്. ഇപ്പോൾ സൈക്കോളജി അത്യാവശ്യം അറിയുന്ന എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമായിരിക്കും, നിങ്ങൾ ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ഹീൽ ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് മോർ. ഇപ്പോൾ നമ്മൾ തെറാപ്പിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, എപ്പോഴും ആൾക്കാർ വിചാരിക്കും തെറാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാണെന്ന്. നോ, റിയൽ തെറാപ്പി വിൽ ഹാവ് ട്രിഗറിങ്, പക്ഷേ ഇൻ എ സേഫ് പ്ലേസ്. അത്ര ഡിഫറൻസ് ഉള്ളൂ. നിങ്ങൾ എന്തോരം ഹീൽഡ് ആണ് അൺഹീൽഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ പറഞ്ഞ ട്രിഗറിങ്ങും പ്രൊജക്ഷനും നിങ്ങൾ നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഇത് രണ്ടും നിങ്ങൾ നോക്കി അവയർനെസ്സും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഇവോൾവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പിടിച്ചാൽ കിട്ടൂല, നിങ്ങൾ അത്രയും ഹാപ്പി ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ദിസ് ഇസ് ഹൈലി പോസിബിൾ. സോ കമ്മിങ് ബാക്ക് ടു സുപ്രിയയുടെ കാര്യത്തിൽ, അപ്പോൾ സുപ്രിയയുടെ കാര്യത്തിൽ ഈ ഒരു സ്ത്രീ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് ബേസിക്കലി പ്രൊജക്ഷനാണ്. അവർക്ക് അവരുടെ ലൈഫിലുള്ള ഫ്രസ്ട്രേഷൻസ്, അതേപോലെ അവരിപ്പോൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീനെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ബിഹേവ് ചെയ്യാൻ ചാൻസ് ഉള്ള രീതികൾ
അതാണ് അവർ കമൻറ്റ് ബോക്സിലൂടെ സുപ്രിയനെ കുറ്റം പറയുന്നുണ്ടാവുക. അത് അവർ ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെയാണ് അവർ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം നമ്മൾ ഈ കമൻറ്റ് ബോക്സിലൊക്കെ ആൾക്കാർ ഈ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ധൃതങ്ക പുളകിതരാവുന്ന ഒരു ഫിനോമിന ഞാൻ പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ബേസിക്കലി പ്രൊജക്ഷൻ തന്നെയാണ്. ഇതിനൊരു വേറൊരു സൈഡുണ്ട്. ചില ആൾക്കാരുണ്ടല്ലോ, ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യം മൂലം ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് അവർക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം, അവർ വിചാരിക്കും ഞാൻ ഇത്രയ്ക്കേ ഉള്ളൂ, എനിക്ക് ഇതിനേക്കാളും ഗ്രോ ചെയ്യാൻ പറ്റൂല എന്ന് അവർ വിചാരിച്ച് കളയും. അങ്ങനെ വിചാരിച്ച് കളഞ്ഞാൽ പിന്നെ ഇവർ ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്താണെന്നറിയോ, ഇവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റൂല ഇവർ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗ്രോ ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരെ താഴ്ത്തണം. ബാക്കിയുള്ള ആൾക്കാരെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാലേ ഇവർക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളൊരു ചെറിയൊരു വര വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വര മാറ്റി വരയ്ക്കാൻ പറ്റൂല, ഇതിനേക്കാൾ വലിയൊരു വര ആക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നോക്ക്. അപ്പോൾ അത് ഒള്ളി വേ നമുക്ക് ആ വര വലുതാക്കണമെങ്കിൽ നമ്മൾ അപ്പുറത്തൊരു ചെറിയ വര വരയ്ക്കണം. സോ പല ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരെ കുറ്റം പറയുന്നത് അവർക്ക് ബെറ്റർ ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മാർക്കറ്റിംഗ് ആണ് ബേസിക്കലി. ഈ അലൻ ജോസിൻ്റെയും ആറാട്ടണ്ണൻ്റെയും വീഡിയോസ് ഇതിന് ഭയങ്കര വ്യൂ എപ്പോഴും കയറാറുണ്ട്. ഇവരുടെ ട്രോൾസും ഇവരെ കളിയാക്കാനൊക്കെ ഭയങ്കര ആൾക്കാർ നിറഞ്ഞു നിൽക്കാറുണ്ട്. ഇതിൻ്റെ മാർക്കറ്റിംഗ് സയൻസ് ഇതാണ്. ബേസിക്കലി നമുക്ക് നമ്മളെക്കാളും വേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പം, എസ്പെഷ്യലി ഗ്രോത്ത് മൈൻഡ് ഇല്ലാത്ത ആൾക്കാരും ഗ്രോത്തിന് സ്കോപ്പ് ഇല്ലെന്ന് സ്വയം വിചാരിക്കുന്ന ആൾക്കാർക്കും ഇത് ഭയങ്കര ഒരു ത്രില്ലാണ്, ഭയങ്കര ചീപ്പ് ത്രില്ലാണ് ഇത്. കാര്യം അവരെ കാണുമ്പം ഇവർക്ക് തോന്നും ഞാൻ ബെറ്റർ ആണെന്ന്. ഇതും കൂടെ ഈ കുറ്റം പറയുന്നതിൻ്റെ വേറൊരു സയൻസ് ആണ്. ടു സമ്മറൈസ് ദിസ് വീഡിയോ 2 പോയിന്റ് പറയാം. ഈ സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് നമുക്ക് പല ആൾക്കാർക്കും പ്രശ്നങ്ങളും ദേഷ്യമൊക്കെ വരുവാണെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസിനെയും സപ്രസ്ഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു സെലിബ്രിറ്റീനെ കുറ്റം പറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ താഴ്ത്താൻ ശ്രമിക്കുമ്പോഴോ അത് നിങ്ങൾക്ക് ഫീൽ ബെറ്റർ ആവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ആണ്. ഇത് കുറച്ച് ഹെവിയാണ് ചില ആൾക്കാർക്ക് ഏറ്റെടുക്കാൻ, പക്ഷേ ഐ തോട്ട് ഐ ഷുഡ് ടോക്ക് അബൌട്ട് ദിസ്. സോ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ കംപ്ലീറ്റ് മിറർ ആണ്. There's a famous saying in psychology, everything you say is a reflection of yourself. So that's all about this video. Thank you so much for watching this video.